Dear students, let us come to the last part of Module 4, Composite Machine Hour Rate. In Composite Machine Hour Rate, both the machine expense and other overhead, also known as standing charges or fixed expense, are considered for computing machine hour rate, and the other overhead expenses are rent and rates of machine department, insurance of the machines, supervisor's salary, attendance wage, and lighting etc. They are apportioned to different department and machine cost centers on reasonable basis. And composite machine hour rate is the most commonly used method in factory overhead rate. Okay, then composite machine hour rate is equal to total of machine expense plus total of fixed overhead divided by total number of hours worked by the machine. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഷീൻ അവർ റേറ്റുകളെ പറ്റിയായിരുന്നു. അതിൽ ഓർഡിനറി മെഷീൻ അവർ റേറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ മെഷീൻ അവർ റേറ്റിലെ രണ്ടാമത്തെ മെത്തേഡാണ് കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ്. ഓക്കെ, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇസ് എ കോമ്പോസിഷൻ ഓഫ് ബോത്ത് ഫിക്സ്ഡ് എക്സ്പെൻസ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസ്. ഒരു മെഷീൻസിൻ്റെ റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫിക്സഡ് എക്സ്പെൻസുകളെയും അതോടൊപ്പം തന്നെ അതിൻ്റെ വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളുടെയും കൂടെ ഒരു കോമ്പോസിഷനാണ് നമ്മൾ കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു മെഷീൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന ഫിക്സഡ് എക്സ്പെൻസുകളെ, ആ ഫിക്സഡ് എക്സ്പെൻസുകളെ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വേരിയബിൾ എക്സ്പെൻസുകൾ. ഓക്കെ, ഈ സ്റ്റാൻഡിങ് ചാർജസിനോടൊപ്പം തന്നെ വേരിയബിൾ എക്സ്പെൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് പർട്ടിക്കുലർ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then the principal factors to be considering while calculating the machine hour rate കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്ത ചില എലമെൻറ്റുകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി മെഷീൻ. ഓക്കെ, ദ മെഷീൻ ഫോർ വിച്ച് ദ മെഷീൻ അവർ റേറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ബിഫോർ കാൽക്കുലേറ്റിംഗ് റേറ്റ്. ഓക്കെ, നമ്മൾ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മുമ്പാകെ നമ്മൾ ഏത് മെഷീനാണെന്നുള്ള കാര്യം കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ദെൻ സെക്കൻഡ് വൺ, ദ ഫിക്സേഷൻ ഓഫ് ബേസ് പീരീഡ്. ഓക്കെ, ദ ബേസ് പീരീഡ് മസ്റ്റ് ബി ഡിസൈഡഡ് ഫോർ ദി മെഷീൻ ഐഡൻറ്റിഫൈഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ദി റേറ്റ്. മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും എന്താണ് ആ ബേസ് പീരീഡ് നമ്മൾ കൃത്യമായിട്ടും കൺസിഡർ ചെയ്തിരിക്കണം. ദെൻ തേർഡ് വൺ, ദ നോർമൽ വർക്കിംഗ് അവേഴ്സ്. ബിഫോർ കാൽക്കുലേറ്റിംഗ് ദി മെഷീൻ അവർ റേറ്റ്, ദ നോർമൽ വർക്കിംഗ് അവേഴ്സ് ഫോർ ദി ബേസ് പീരീഡ് ഫോർ ദി മെഷീൻ ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. ഓക്കെ, മെഷീൻ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന മുമ്പാകെ നമ്മൾ എന്താണ് കൃത്യമായിട്ടും ആ മെഷീൻ്റെ നോർമൽ വർക്കിംഗ് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഫോർത്ത് വൺ, ഡിവിഷൻ ഓഫ് എക്സ്പെൻസ്. Then while calculating the machine hour rate, the expenses may be classified into two category, that is a fixed cost and variable cost. Okay, നമ്മൾ എന്താണ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോമ്പോസിറ്റ് മെത്തേഡിലേക്ക് വരുമ്പോൾ ഒരു മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എക്സ്പെൻസുകളെ നമ്മളതിൻ്റെ നേച്ചറിൻ്റെ ബേസിൽ എന്താണെന്ന് ഡയറക്റ്റ് എന്നും വേരിയബിൾ നേച്ചർ എന്നും എന്താണ് രണ്ട് ഭാഗമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വേണം എന്താണ് കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. Then advantage of machine hour rate method. First one, it is a scientific and logical method as it is takes machine hours into account. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ലോജിക്കൽ മെത്തേഡാണ്. കാരണം ഒരു മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളെയും അതോടൊപ്പം തന്നെ എന്താണ് വേരിയബിൾ ആയിട്ടുള്ള പ്രൊപ്പോർഷനോടെ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്താണ് ഒരു മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഗീവ്സ് ഡ്യൂ റെക്കഗ്നേഷൻ ടു ദ ടൈം ഫാക്ടർ. എന്താ പറയുന്നത്, ടൈം ഫാക്ടറിന് കൃത്യമായിട്ടും എന്താണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് എന്ത് കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റിൽ നമ്മൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് എന്താണ് ഓരോ ഈച്ച് ആൻഡ് എവറി എക്സ്പെൻസിനെ എന്താണ് ആ മെഷീൻ്റെ പർട്ടിക്കുലർ ടൈം കൊണ്ട് നമ്മൾ എന്താണ് അതിനെ എന്താണ് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് പർട്ടിക്കുലർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ഫാക്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നു. Then third one, as standard hours are fixed for completing a job, it helps to production planning in terms of machine loading capacity and utilization. Okay, എപ്പോഴും ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ടൈമിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്താ മെഷീൻ അവർ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് എപ്പോഴും ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ പ്ലാനിങ് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മെഷീൻ്റെ കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫോർത്ത് വൺ, ദിസ് ആപ്ലിക്കേഷൻ ഈസ് വെരി ഈസി. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ, ദ പ്രൈസ് കൊട്ടേഷൻ ആർ നോട്ട് അണ്ടർസ്റ്റേറ്റഡ് ഓർ ഓവർസ്റ്റേറ്റഡ്. എപ്പോഴും എന്താ പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പ്രൈസ് കൊട്ടേഷൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതും ഈ കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ദെൻ
the next concept is that the basis of apportionment of standing charges and വേരിയബിൾ ചാർജസ്. ഓക്കെ, നമ്മൾ കോമ്പോസിറ്റ് മിഷൻ അവർ റേറ്റിലേക്ക് എന്താണ് മിഷൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ പറഞ്ഞു, എക്സ്പെൻസുകളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസ് എന്നും രണ്ട് മെഷീൻ എക്സ്പെൻസ് അല്ലെങ്കിൽ വേരിയബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഈ ഈച്ച് ആൻഡ് എവറി എക്സ്പെൻസിനെ നമ്മൾ എന്താണ് ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ നമുക്ക് എന്താണ് അപ്പോർഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ while computing the composite machine hour rate, then expenses are classified into two categories: standing charges and machine expense or variable expense. Then the first part is that standing charges apportioned on the basis of number one, the rent and rate. Rent and rate, as we know, apportion on the basis of floor area occupied by each machine. ഓരോ മെഷീനും അത് ഒക്കുപ്പൈ ചെയ്യുന്ന ഫ്ലോർ ഏരിയാസിൻ്റെ ബേസിലാണ് നമ്മളതിനെ അപ്പോർഷൻ ചെയ്യേണ്ടത്. സെക്കൻഡ് ഐറ്റം ഈസ് ദാറ്റ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്. It may be a portion on the basis of floor area occupied by each machine or number of light point. ഒന്നുകിൽ ആ മെഷീൻ ഒക്കുപ്പൈ ചെയ്യുന്ന ഫ്ലോർ ഏരിയാസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ലൈറ്റ് പോയിൻ്റ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോർഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് വൺ, സൂപ്പർവിഷൻ ചാർജസ്. ഓക്കെ, ഇറ്റ് മേ ബി a portion on the basis of number of hours devoted by supervisor to each machine. ഓരോ മെഷീനും ഒരു സൂപ്പർവൈസേഴ്സ് അവർ ഉപയോഗിക്കുന്ന ടൈമിന് ആനുപാതികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ, ക്യാൻറ്റീൻ ആൻഡ് ലേബർ വെൽഫെയർ എക്സ്പെൻസ്. ഓക്കെ, നമ്പർ ഓഫ് വർക്കേഴ്സ് എൻഗേജ്, വർക്കേഴ്സിൻ്റെ നമ്പേഴ്സിൻ്റെ ബേസ് നമുക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ദ മാനേജേഴ്സ് സാലറി, നമ്പർ ഓഫ് അവേഴ്സ് ഡിവോട്ടഡ് ബൈ മാനേജേഴ്സ് ടു ഈച്ച് മെഷീൻ. ഓക്കെ, മാനേജേഴ്സ് സാലറി എന്താണ്, ഓരോ എന്താണ് മെഷീനും ഓരോ മാനേജേഴ്സ് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമിന് ആനുപാതികമായിട്ട് ആ എക്സ്പെൻസ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിന്. ഫോർത്ത് വൺ, ഇൻഷുറൻസ്, ദ ക്യാപിറ്റൽ വാല്യൂ ഓഫ് മെഷീൻ, മെഷീൻ്റെ അതിൻ്റെ ക്യാപിറ്റൽ വാല്യൂവിന് ആനുപാതികമായിട്ട് ഇൻഷുറൻസ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലെറ്റ് us come to the second part of expense is that machine expense or variable expense. Then first item is that depreciation. While depreciation is allocated on the basis of cost minus scrap value divided by hours of working life. Okay, depreciation calculate ചെയ്യുന്ന മെത്തേഡ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിലും ഫ്ലക്ച്വേഷൻ മെത്തേഡിലും ദെൻ ഫിക്സ്ഡ് ഇൻറ്റർവൽ മെത്തേഡ്സിലൊക്കെ നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ ഡയറക്റ്റ് തന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം, എന്താണ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ അവേഴ്സ് ഓഫ് വർക്കിംഗ് ലൈഫ്. ഓക്കെ, നമ്മളെ കോസ്റ്റിനെ ആസ്പദമാക്കി വേണം ഡിപ്രിസിയേഷൻ നമ്മൾ അലോക്കേറ്റ് ചെയ്യാനായിട്ട്. ദെൻ സെക്കൻഡ് ഐറ്റം ഈസ് റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ്. ഓക്കെ, ആക്ച്വൽ റിപ്പേഴ്സ് കോസ്റ്റ് ഡിവൈഡ് ബൈ പീരീഡ് ഫോർ വിച്ച് റിപ്പയർ കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ്. ഓക്കെ, ആക്ച്വൽ റിപ്പേഴ്സ് കോസ്റ്റ് നമ്മൾ കണ്ടെത്തുക. അതിന് ശേഷം എന്താണ് ദ പീരീഡ് ഫോർ വിച്ച് റിപ്പയർ കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ്. ആ റിപ്പേഴ്സ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ആ പീരീഡിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്താണ് അതിനെ അലോക്കേറ്റ് ചെയ്യാൻ. ദെൻ തേർഡ് ഐറ്റം ഈസ് ദാറ്റ് ഇലക്ട്രിസിറ്റി, സ്റ്റീം ആൻഡ് വാട്ടേഴ്സ് ഓൺ ദി ബേസ് ഓഫ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻസിൻ്റെ ഹോഴ്സ് പവറിന് ആനുപാതികമായിട്ട്. ദെൻ ലൂബ്രിക്കൻസ് ആൻഡ് കോട്ടൺ വേസ്റ്റ്, ദെൻ ഓൺ ദി ബേസ് ഓഫ് ക്യാപിറ്റൽ വാല്യൂ ഓഫ് മെഷീൻ. ദെൻ ലാസ്റ്റ് വൺ, ദ മിസ്സലേനിയസ് എക്സ്പെൻസ്, ഇക്വിറ്റബിൾ ബേസ് ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ. മിസ്സലേനിയസ് എക്സ്പെൻസിനെ അതിൻ്റെ നേച്ചറിന് ആനുപാതികമായിട്ട് വേണം നമ്മളതിനെ അലോക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസുകളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസ് എന്നും രണ്ടാമത്തെ മെഷീൻ എക്സ്പെൻസ് അല്ലെങ്കിൽ വേരിയബിൾ എക്സ്പെൻസ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഓരോ ക്രൈറ്റീരിയയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ പ്രോബ്ലം. For example, the following particulars related to the machine working in a manufacturing department for 1 month. Then the item is that rent and rates per month rupees 12,000. Then lighting and heating per month rupees 5,500. Then supervisors charges per month 8,000. Then wages of machine operator per month 4,000. Then insurance of the machine per annum 6,000. Then depreciation of the machine per annum 18,000. Repairs and maintenance of the machine per annum 7,200. Then power used per hour 5 units at rupees 4. Then lubricants and cotton waste per month 300. Then the machine worked for 600 hours during the month. കാൽക്കുലേറ്റ് ദി കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ്. ഓക്കെ, ഒരു മാസത്തിലുള്ള ഒരു മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ മാസത്തിൽ ആ മെഷീൻ ടോട്ടലി വർക്ക് ചെയ്തത് 600 അവേഴ്സാണ്. ഒരു മാസത്തിൽ 600 അവേഴ്സ് ആ മെഷീൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 600 അവേഴ്സ് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസുകളെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് പ്രകാരം എന്താണ് നമ്മൾ ഈ പ്രോബ്ലം
സോൾവ് ചെയ്യണം. അപ്പോൾ എന്താ പറയുന്നത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദി എക്സ്പെൻസസ് ആർ ഡിവൈഡഡ് ഓൺ ദി ബേസ് ഓഫ് നേച്ചർ, ദാറ്റ് ഈസ് സ്റ്റാൻഡിങ് ചാർജസ് ഓർ ഫിക്സഡ് എക്സ്പെൻസ്. ദ സെക്കൻഡ് പ്രാക്ടീസ് മെഷീൻ എക്സ്പെൻസ് ഓർ വേരിയബിൾ എക്സ്പെൻസസ്. ദെൻ നമുക്കിവിടെ തന്നിരിക്കുന്ന എക്സ്പെൻസുകൾ എന്താണ്, കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ എക്സ്പെൻസുകളുടെ നേച്ചറിൻ്റെ ബേസിൽ എന്താണ് അതിനെ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരുന്നത്. ഒന്ന് ഫിക്സഡ് എക്സ്പെൻസ് എന്നും രണ്ട് വേരിയബിൾ എക്സ്പെൻസും. അതിന് പറയുന്ന മറ്റു പേരാണ് സ്റ്റാൻഡിങ് ചാർജസും മെഷീൻ എക്സ്പെൻസും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെ നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഒരു ടാബുലർ ഫോമാറ്റിലാണ് ഈ എന്താണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണ നമ്മൾ ഒരു ടാബുലർ ഫോമാറ്റ് എഴുതുക. ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ഒന്ന് ഐറ്റം, രണ്ട് പെർ മന്ത് റുപ്പീസ്, ദെൻ അവർലി റേറ്റ്. ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് അണ്ടർ കോമ്പോസിറ്റ് മെത്തേഡ്. ദെൻ വർക്കിംഗ് അവേഴ്സ് 600 അവേഴ്സ് പെർ മന്ത്. നമ്മൾ ഒരു മാസത്തെ എക്സ്പെൻസ് അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ 600 മണിക്കൂറാണ് ആ മെഷീൻ എന്താണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ എക്സ്പെൻസുകളെ നമ്മൾ നോക്കുക, അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. എന്താണ്, ഒന്ന് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകളെ നമ്മൾ വേരിയബിൾ എക്സ്പെൻസ് എന്നും, ഫിക്സഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട എക്സ്പെൻസുകൾ നമ്മൾ സ്റ്റാൻഡിങ് ചാർജ് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, റെൻറ്റ് ആൻഡ് റേറ്റ്സ് പെർ മന്ത്. ഒരു മാസത്തെ നമ്മൾ റെൻറ്റ് കൊടുത്തത് എത്രയാണ്, 12,000 രൂപ. അതെന്താണ് കോമൺ ആയിട്ടുള്ള എക്സ്പെൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ടും അതിനെ സ്റ്റാൻഡിങ് ചാർജസിൻ്റെ കാറ്റഗറി പെടുത്താനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് പെർ മന്ത്. ഒരു മാസത്തെ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് പെർ മന്ത് ₹5,500. അതും എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസാണ്, അതും സ്റ്റാൻഡിംഗ് ചാർജസിൻ്റെ കാറ്റഗറിയിൽ പെടുത്തുന്നു. ദെൻ ദ സൂപ്പർവൈസേഴ്സ് ചാർജസ് പെർ മന്ത് 8,000. ഓക്കെ, സൂപ്പർവൈസേഴ്സ് ചാർജസ് ആയിട്ട് 8,000 രൂപയാണ് ഒരു മാസമായത്. അതും എന്താണ് പെർമനൻ്റ് ആണ്, അത് നമ്മളെന്തായിട്ട് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇൻഷുറൻസ് ഓഫ് ദി മെഷീൻ പെർ ആനം. ഓക്കെ, 6,000. ഒരു വർഷം നമ്മൾ 6,000 രൂപയാണ് ഇൻഷുറൻസ് കൊടുത്തത്. അതും എന്താണ് ഓർഗനൈസേഷന് ഭാഗമായിട്ടുള്ള കോമൺ എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിനെ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഐറ്റം ഈസ് ദ ഡിപ്രിസിയേഷൻ ഓഫ് ദി മെഷീൻ പെർ ആനം. നമുക്കറിയാം നമ്മൾ ആ ബേസിസിനകത്ത് പറഞ്ഞു ഡിപ്രിസിയേഷൻ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, അതിനെ വേരിയബിൾ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു വർഷം 18,000 രൂപ നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുത്ത് എന്ത് കാണിക്കണം, അതിനെ നമ്മൾ മെഷീൻ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുക. കാരണം മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെ നമ്മൾ വേരിയബിൾ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുക. ദെൻ റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി മെഷീൻ പെർ ആനം 7,200. 7,200 റിപ്പേഴ്സ് ആൻഡ് അതും എന്താണ് മെഷീൻ എക്സ്പെൻസ് ആണ്, അതിനെ വേരിയബിൾ എക്സ്പെൻസ് മെഷീൻ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുക. ദെൻ പവർ യൂസ്ഡ് പെർ അവർ 5 യൂണിറ്റ്സ് അറ്റ് ₹4. അതും എന്താണ് മെഷീൻ എക്സ്പെൻസ് ആണ്. ദെൻ ലൂബ്രിക്കൻസ് കോട്ടൺ വേസ്റ്റ് എക്സെട്ര പെർ മന്ത് 300. അതും എന്താണ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെഷീൻ എക്സ്പെൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെന്താണ് ആദ്യമേ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. then ഫസ്റ്റ് ഐറ്റം സ്റ്റാൻഡിങ് ചാർജസ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ്. ഒന്നാമത്തെ ഐറ്റം റെൻറ്റ് ആൻഡ് റേറ്റ്സ്. ഓക്കെ, പെർ മന്താണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്, ₹12,000. അത് എഴുതുക. സെക്കൻഡ് ഐറ്റം ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് പെർ മന്ത് 5,500. അതും എന്താണ് ഇന്നർ കോളത്തിൽ എഴുതുക. ദെൻ തേർഡ് ഐറ്റം ഈ സൂപ്പർവൈസേഴ്സ് ചാർജസ് പെർ മന്ത് 8,000. അതും എന്താണ് നമ്മൾ കോളത്തിൽ കാണിക്കുക. ദെൻ വേജസ് ഓഫ് ദി മെഷീൻ ഓപ്പറേറ്റർ പെർ മന്ത് 4,000. എന്താണ് മെഷീൻ ഓപ്പറേറ്ററിൻ്റെ വേജസ്, അതെന്താണ് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. എന്താണ് 4,000. അതും എന്താണ് ഇന്നർ കോളത്തിൽ കാണിക്കുക 4,000. ദെൻ നെക്സ്റ്റ് ഐറ്റം ഈസ് ദാറ്റ് ഇൻഷുറൻസ് ഓഫ് ദി മെഷീൻ പെർ ആനം. എന്താണ് മെഷീൻസിന് നമ്മൾ കൊടുത്ത ഇൻഷുറൻസ് എത്രയാണ്, ഒരു വർഷത്തേന് 6,000 ആണ്. അപ്പോൾ നമ്മളൊരു മാസത്തിലാണ് കാണിക്കേണ്ടത്. ദെയർഫോർ ദ മെഷീൻ ഇൻഷുറൻസ് പെർ മന്ത് ഈസ് ഈക്വൽ ടു 6,000 ഡിവൈഡഡ് ബൈ 12, ദാറ്റ് ഈസ് 500. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് എല്ലാം നമ്മൾ എഴുതി. റെൻറ്റ് ആൻഡ് റേറ്റ് 12,000, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് 5,500, ദെൻ സൂപ്പർവൈസേഴ്സ് ചാർജസ് 8,000, മെഷീൻ വേജസ് ഓഫ് ദി മെഷീൻ ഓപ്പറേറ്റർ 4,000, ദെൻ ഇൻഷുറൻസ് ഓഫ് മെഷീൻ പെർ ആനം 500. ദാറ്റ് ഈസ് പെർ ആനത്തിലെ നമുക്ക് 6,000 ആണ് തന്നിരിക്കുന്നത്. പെർ മന്ത് ഈസ് ഈക്വൽ ടു 6,000 ഡിവൈഡഡ് ബൈ 12, ദാറ്റ് ഈസ് 500. ഓക്കെ, ദെൻ ഫൈനലി വി ആർ കാൽക്കുലേറ്റിംഗ് ദി സം ടോട്ടൽ ഓഫ് സ്റ്റാൻഡിംഗ് ചാർജസ്. ടോട്ടൽ ഓഫ് സ്റ്റാൻഡിംഗ് ചാർജസ് ഈസ് 30,000. 30,000 നമ്മളിവിടുത്തെ സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറഞ്ഞത്. ദെൻ ദ അവർലി റേറ്റ് ഓഫ് സ്റ്റാൻഡിംഗ് ചാർജസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജസ് ഡിവൈഡഡ് ബൈ അവേഴ്സ്. ഓക്കെ, എന്താണ് ഇവിടെ 600 മണിക്കൂറാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ദ അവർലി റേറ്റ് ഓഫ് സ്റ്റാൻഡിംഗ് ചാർജസ് ഈസ് ഈക്വൽ ടു 30,000 ഡിവൈഡ് ബൈ
600. Then outer column എഴുതുക hourly rate ₹50. ഓക്കെ, എന്താണ് സ്റ്റാൻഡിങ് ചാർജസിൻ്റെ മുഴുവനും നമ്മൾ ഈ കോമ്പോസിറ്റ് മിഷൻ അവർ റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡിങ് ചാർജസിൻ്റെ മുഴുവൻ സം ടോട്ടൽ എടുക്കുക, അതിനെ അവർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അവർലി റേറ്റ് നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കുക. മെഷീൻ എക്സ്പെൻസുകളെല്ലാം എന്താണ് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വേരിയബിൾ എക്സ്പെൻസ് അല്ലെങ്കിൽ മെഷീൻ എക്സ്പെൻസിൻ്റെ ഹെഡിൻ്റെ താഴെയായിട്ട് നമ്മൾ കാണിച്ച് അതിൻ്റെ സം ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെഷീൻ അവർ റേറ്റ് കിട്ടും. ഓക്കെ, ഇനി എന്താണ് നമ്മൾ സ്റ്റാൻഡിങ് ചാർജസിൻ്റെ സം ടോട്ടൽ എടുത്തു 30,000, അതിൻ്റെ അവർലി റേറ്റ് കാണാൻ വേണ്ടി 30,000 ഡിവൈഡ് ബൈ 600, ദാറ്റ് ഈസ് ₹50. അത് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതും. ഇനി എന്താ പറയുന്നത്? സെക്കൻഡ് പാർട്ട് ഈസ് ദാറ്റ് മെഷീൻ എക്സ്പെൻസ് ഓർ വേരിയബിൾ എക്സ്പെൻസ്. ഇനി മെഷീൻ എക്സ്പെൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്, അത് ഇൻഡിവിജ്വലായിട്ട് തന്നെ എഴുതുക. നമ്പർ 1 പവർ അല്ലേ. പവർ എന്താണ് നോക്കുക, പവർ യൂസ്ഡ് പെർ അവർ 5 യൂണിറ്റ്സ് അറ്റ് ₹4. എന്താണ് 5 യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റ് എത്രയാണ്? 4 രൂപ വെച്ച്. അതുകൊണ്ട് തന്നെ എന്താണ് 5 × 4 20. അതെന്താണ് ഔട്ടർ കോളത്തിൽ എഴുതുക. പവറിന് നമ്മൾ എത്ര ഉപയോഗിച്ചു? 20 രൂപ നമ്മൾ കൊടുത്തു. ദെൻ അടുത്താണ് ഡിപ്രിസിയേഷൻ ഓഫ് ദി മെഷീൻ പെർ ആനം. ഡിപ്രിസിയേഷൻ ഓഫ് ദി മെഷീൻ പെർ ആനം, ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18,000. നമുക്ക് ഓൾറെഡി 18,000 18,000 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു മാസത്തേനെ ആക്കണം വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ഓഫ് ദി മെഷീൻ പെർ മന്ത് ഈസ് ഈക്വൽ ടു 18,000 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ദെൻ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ആ വാല്യൂവിന് എന്താണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒറ്റ ഇക്വേഷനായിട്ട് എഴുതിയാൽ മതി. എന്താണ് നമ്മൾ 600 മണിക്കൂറിലേക്കുള്ളതാണ് കാണേണ്ടത്. ഒരു വർഷത്തെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ 18,000 തന്നിരിക്കുന്നത്. അതിനെന്താണ് ഒരു മന്തിലേക്ക് ആക്കുക. അതോടൊപ്പം തന്നെ എന്താണ് മന്തിലേക്ക് വാല്യൂവിനെ അതിനെ നമ്മൾ 600 മണിക്കൂറിലേക്ക് നമ്മൾ ആക്കുമെന്ന്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും? 18,000 ഡിവൈഡഡ് ബൈ 12 × 600 അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.50. 18,000 ഡിവൈഡ് ബൈ 12 × 600. ഓക്കെ, അതല്ലെങ്കിൽ എന്താണ് ഒരു മാസത്തേക്ക് ഇതാക്കുക. എന്നിട്ട് ആ മാസത്തേക്കുള്ള വാല്യൂവിൽ എന്താണ് നമ്മളതിനെ 600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തെയാണ്, അതിനെ ഒരു മന്തിലേക്ക് ആക്കുക. ദെൻ അതിനെ നമ്മൾ 600 അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മന്തിലെ അവർലി റേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിപ്രിസിയേഷൻ 2.50 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ഐറ്റം ഈസ് ദാറ്റ് റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദി മെഷീൻ പെർ ആനം. ഓക്കെ, ₹7,200. എന്താണ് റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ്? ഒരു വർഷത്തെ 7,200 അത് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു മാസത്തേക്കാക്കി നമ്മൾ എന്താണ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 7,200 ഡിവൈഡ് ബൈ 12 × 600 ഓർ 7,200 ഡിവൈഡ് ബൈ 12 ദെൻ വാല്യൂ ഡിവൈഡഡ് ബൈ 600, ദാറ്റ് ഈസ് 1.00. then next item is that lubricants and cotton waste per month. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒരു മാസത്തെ ലൂബ്രിക്കൻറ്റ് കോട്ടൺ വേസ്റ്റ് എത്രയാണ്? 300. നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ മെഷീൻ വർക്കിംഗ് അവേഴ്സ്, ദാറ്റ് ഈസ് 300 ഡിവൈഡ് ബൈ 600, 0.50. അപ്പോൾ എന്താ പറയുന്നത്? നമ്മളെ സംബന്ധിച്ചുള്ള മെഷീൻ എക്സ്പെൻസുകളെല്ലാം ഓരോ സെപ്പറേറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. അതിനെ നമ്മൾ മെഷീൻ അവർ റേറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട് കൊടുത്ത് കാണിക്കുക. സ്റ്റാൻഡിങ് ചാർജസ് എല്ലാം നമ്മൾ എന്താണ് കോമൺ ആയിട്ട് കൂട്ടി നമ്മൾ മെഷീൻ അവർ റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ₹50. പിന്നെ അതിന് ശേഷം എന്താണ് നമ്മൾ ഓരോ മെഷീൻ എക്സ്പെൻസിനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. പവേഴ്സ് 20, ദെൻ ഡിപ്രിസിയേഷൻ 2.50, റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ് 1, ദെൻ ലൂബ്രിക്കൻസ് ആൻഡ് cotton waste 0.50. then the sum total is that we can get a machine hour rate, then 50 plus 20 plus 2.50 plus 1 plus 0.50, that is 74. machine hour rate is equal to 74. ഇത്തരത്തിൽ എന്താ പറയുന്നത്? മെഷീൻ എക്സ്പെൻസുകളെ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് അതിൻ്റെ ഫിക്സഡ് വാല്യൂസിന് അതോടൊപ്പം തന്നെ വേരിയബിൾ പ്രൊപ്പോർഷനും എടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളെന്ന് പറയുന്നത് കോമ്പോസിറ്റ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the next concept is that under or over absorption of overhead. Then the concept is that the deviation resulting in difference between actual amount is incurred and overhead is
overhead absorbed is also known as അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഓക്കെ, നമ്മൾ എന്താണ് പ്രധാനമായിട്ടും എക്സ്പെൻസുകളെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന ഓവർ ഹെഡുകളെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മളെന്താണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓവർ ഹെഡുകളെ നമ്മൾ പ്രീഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെക്കും. ദെൻ എന്താണ് ആക്ച്വലി ഒരു ഓവർ ഹെഡ് ഇൻക്വയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രീഡിറ്റർമിൻഡ് റേറ്റുകളെയും അതോടൊപ്പം തന്നെ ആക്ച്വൽ ഓവർ ഹെഡുകളെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾക്ക് വരും. അതാണ് ആക്ച്വൽ എമൗണ്ട് ഈസ് ഇൻക്വയർഡ് ആൻഡ് ഓവർ അബ്സോർബ്ഡ് ഈസ് ഓൾസോ നോൺ ആസ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഇത്തരത്തിൽ ആക്ച്വൽ ഓവർ ഹെഡിലും നമ്മൾ പ്രീഡിറ്റർമിൻഡ് ആയിട്ട് ഓവർ ഹെഡിലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ആ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ, അണ്ടർ അബ്സോർപ്ഷൻ. When the overhead charged to the predetermined rate is less than the actual overhead incurred, when the actual overhead is incurred is more than the predetermined overhead is also known as under absorption of overhead. ഓക്കെ, അണ്ടർ അബ്സോർപ്ഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെൻ ദി ആക്ച്വൽ ഓവർഹെഡ് ഈസ് ഇൻക്വേർഡ് ഈസ് മോർ ദാൻ ദ പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡ് ഈസ് ഓൾസോ നോൺ ആസ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന ആക്ച്വൽ ഓവർഹെഡ് നമ്മൾ ഓവർഹെഡ് പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കതിനെ അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ആ പേര് സൂചിപ്പിക്കുമ്പോൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോക്കരുത്. അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പ്രീഡിറ്റർമിൻഡ് ആയിട്ട് എന്താണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവർഹെഡിനേക്കാൾ കൂടുതലാണ് ആക്ച്വലായിട്ടുണ്ടായിരിക്കുന്ന ഓവർഹെഡ് എങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാൻ സാധിക്കും, അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ ഓവർഹെഡ് അബ്സോർബ്ഡ് ആസ് പ്രീഡിറ്റർമിൻഡ് റേറ്റ് ഈസ് 950, ദെൻ ഓവർഹെഡ് ഇൻകേർഡ് ഓൺ കംപ്ലീറ്റിംഗ് എ ജോബ് 1000, ദെൻ ദ അണ്ടർ അബ്സോർപ്ഷൻ ഓവർഹെഡ് ഈസ് ദാറ്റ് 50. ഓക്കെ, ഇവിടെ പ്രീഡിറ്റർമിൻഡ് ആയിട്ട് എന്താണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്നത് 950 എന്നാൽ ഒരു വർക്ക് പൂർത്തീകരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന ഓവർഹെഡ് എന്ന് പറയുന്നത് 1000. അപ്പോഴെന്താ പറയുന്നത്, നമ്മുടെ പ്രിൻസിപ്പിൾ പ്രകാരം പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ ഓവർഹെഡ് എങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാൻ സാധിക്കും, അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ 950 ആയിരുന്നു, അത് ആക്ച്വൽ വന്നപ്പോൾ എത്രയായി, 1000 മാറി. അപ്പോൾ 50 രൂപയുടെ വർധനവുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്താ പറയാൻ സാധിക്കും, അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം 50 ഈസ് എന്താണ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. Then the next concept is that over absorption, just the opposition of under absorption, that is when the actual overhead incurred is less than the predetermined overhead is also known as over absorption of overhead. അതായത് ആക്ച്വൽ ഓവർഹെഡ് ആയിട്ടുള്ള ഓവർഹെഡ് പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, അതിനെ എന്താണ് ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ആക്ച്വൽ ഓവർഹെഡ് പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡിനേക്കാൾ കുറവാണെങ്കിൽ അല്ലേ, അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. Then when the overhead is absorbed at the predetermined rate is more than the actual overhead is or when the actual overhead is incurred is less than predetermined overhead is also known as over absorption. അതായത് ഓവർഹെഡ് പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡ് ആക്ച്വൽ ഓവർഹെഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ആക്ച്വൽ ഓവർഹെഡ് പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, അതിനെ അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ഫോർ എക്സാമ്പിൾ, ദ ഓവർ അബ്സോർപ്ഷൻ, the overhead absorbed per predetermined rate is rupees 1300, then overhead is incurred on completing a job 1200, then the over absorbed overhead is rupees 100. എന്താണ് ഇവിടെ പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1300. ദെൻ ആക്ച്വൽ ഓവർഹെഡ് എന്ന് പറഞ്ഞതാണ് 1200. അപ്പം ആക്ച്വൽ ഓവർഹെഡ് പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ആക്ച്വൽ ഓവർഹെഡ് എന്താണ്, പ്രീഡിറ്റർമിൻഡ് ഓവർഹെഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ദ ഓവർ അബ്സോർപ്ഷൻ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓവർഹെഡ് വിൽ ബി ലീഡ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് ആൻഡ് കോസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് സാധാരണഗതിയിൽ എന്താണ് ഇത്തരത്തിൽ ഓവർഹെഡുകളിൽ വരുന്ന ഓവർ അബ്സോർപ്ഷനും അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷനുമാണ് പലപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതിൻ്റെ പ്രോഫിറ്റും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം
ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ഓവർ അബ്സോർഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർഷൻ വരുന്ന സാഹചര്യമാണ്. ഓക്കെ, ദെൻ ദ റീസൺ ഫോർ ഓവർ ആൻഡ് അണ്ടർ അബ്സോർഷൻ ഓഫ് ഓവർ ഹെഡ്. എന്താണ് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ എന്താണ് ഓവർ ഹെഡിൽ വരുന്ന ഓവർ അബ്സോർഷനും അണ്ടർ അബ്സോർഷൻ വരാൻ വേണ്ടി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളാണ്. നമ്പർ 1, എറേഴ്സ് ഇൻ ദി ഡെസ്റ്റിനേഷൻ ഓഫ് ഓവർ ഹെഡ് മേ ബി ലീഡ്. എന്താണ് നമ്മൾ സാധാരണഗതിയിൽ ഓവർ ഹെഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന തെറ്റുകൾ അത് പലപ്പോഴും ഓവർ അബ്സോർഷൻ അണ്ടർ അബ്സോർഷൻ കാരണമാകും. ദെൻ എറേഴ്സ് മേ ബി ഒക്കർ ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിൻ്റെ ലെവലിൽ ഉണ്ടാകാവുന്ന ആ എറേഴ്സുകൾ എന്താണ് സ്വാഭാവികമായിട്ട് അതിൽ വ്യതിയാനം ഉണ്ടാകാം. ഇഫ് ദർ ആർ എ മേജർ ഡീവിയേഷൻ ദി മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫറൻസീസ് ഒക്കേഴ്സ്. നമ്മുടെ പ്രൊഡക്ഷനിലൊക്കെ വരുന്ന ആ ഒരു വ്യത്യാസം. ദെൻ സീസണൽ വേരിയേഷൻ ഓർ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ദി വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് വോളിയൂം ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകാവുന്ന സീസണലായിട്ടുള്ള വേരിയേഷൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ്, ഇതൊക്കെ നമുക്ക് കാരണമാകാം. ദെൻ 5th one, ചേഞ്ചസ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോഗ്രാം ഡ്യൂ ടു ദ അൺഫോഴ്സിൻ കണ്ടീഷൻ മേ ലീഡ് ടു ഓവർ അണ്ടർ അബ്സോർഷൻ ഓഫ് ഓവർ ഹെഡ്. എന്താ പറയുന്നത്, പ്രൊഡക്ഷൻ പ്രോഗ്രാമിൽ വരുന്ന വ്യത്യാസം. ദെൻ ചേഞ്ചസ് ഇൻ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ബൈ യൂസ് ഓഫ് മിഷനറി ലേബർ റിസൾട്ട് ഇൻ വേരിയേഷൻ ഇൻ ദി കോസ്റ്റ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്ന വ്യത്യാസം. ദെൻ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ കപ്പാസിറ്റി ടു അനദർ റീസൺ ഫോർ ദി അണ്ടർ അബ്സോർഷൻ. എന്താ പറയുന്നത്, നമ്മുടെ നിലവിലുള്ള കപ്പാസിറ്റിയെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാത്ത സാഹചര്യങ്ങൾക്ക് വരുമ്പോൾ എന്താണ് പലപ്പോഴും ഓവർ അബ്സോർഷനും അണ്ടർ അബ്സോർഷനും ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു എക്സ്പെൻസ് ഓവർ ഹെഡുകളിൻ്റെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന വ്യതിയാനങ്ങളെയാണ് നമ്മൾ ഓവർ അബ്സോർഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അണ്ടർ അബ്സോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ ഡിറ്റർമിൻഡ് റേറ്റിനേക്കാൾ കൂടുതലാണ് എന്താണ് നമ്മുടെ ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് എങ്കിൽ അതിനെ നമുക്ക് അണ്ടർ അബ്സോർഷൻ എന്നും, ഇനി പ്രീ ഡിറ്റർമിൻഡ് റേറ്റിനേക്കാൾ കുറവാണ് ആക്ച്വൽ ഓവർ ഹെഡ് എങ്കിൽ നമുക്കതിനെ ഓവർ അബ്സോർഷൻ എന്നും പറയാനായിട്ട് സാധിക്കും. ഓക്കെ, then next topic is that methods of treatment under or over absorption of overhead. Okay, the difference in cost of production occur due to the under absorption or under or over absorption of overhead. The following are the important methods to dispose under or over absorption of overhead. Mainly 3 methods are the treatment of over and under absorption of overhead. First one, adjusting the cost of product by using the supplementary rate. Then second one, the write off the costing profit and loss account. Then third one, the carry forward to next year's account. Then first method is that adjusting the cost of product by using supplementary rate. Okay, if there is a major difference in the amount of under or over absorbed overhead, it is necessary to adjust the difference by computing the supplementary rate. There are 2 types of supplementary rate, that is positive or plus supplementary rate and negative or minus supplementary rate. The supplementary rate is computed as follow. The supplementary rate is equal to the amount of over or under minus absorbed overhead divided by base used for recovery of overhead. Okay, the positive supplementary rate are added to the cost of the job if the under absorption of overhead, if there is a over absorption is same deducted from negative supplementary rate. Okay, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്, നമുക്ക് ഒരു കൺസേൺഡ് സപ്ലിമെൻ്ററി റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവ് സപ്ലിമെൻ്ററി റേറ്റ് ആണെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ ജോബിൽ നമ്മൾ അത് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ വരുമ്പോൾ അത് ആഡ് ചെയ്യുന്നു. ദെൻ ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഓവർ അബ്സോർപ്ഷൻ കാറ്റഗറിയിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ഓർ പ്ലസ് സപ്ലിമെൻ്ററി റേറ്റ് എന്നുകൊണ്ട് അഡ്ജസ്റ്റിംഗ് ഓഫ് പ്രോഡക്റ്റ് ബൈ യൂസിങ് സപ്ലിമെൻ്ററി റേറ്റ് മെത്തേഡിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് ഈസ് ദാറ്റ് റൈറ്റ് ഓഫ് ദി കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ദ എമൗണ്ട് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓവർഹെഡ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു costing profit and loss account to arrive at the actual net profit or loss. This is usually done when the difference is negligible, and if the difference are major, and a supplementary rate is advisable. Okay, എന്താ പറയുന്നത്, ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതൊരു സ്മോളസ്റ്റ് വാല്യൂ ആണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് എന്താണ് കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് അറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇത് മേജർ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് സപ്ലിമെൻ്ററി റേറ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ the third method is that carry forward to next account year. Okay, then under this method the balance of under or overhead is transferred to overhead suspense account, thus the amount is carried forward to next year account for absorption. As usually
when an overhead is over or under and the balance is carry forward or carry forward or set off for next accounting year. ഇത് സാധാരണ നമ്മൾ അക്കൗണ്ടിങ്ങൊക്കെ ചെയ്യുന്നതാണ്. കാരണം എവിടെയെങ്കിലും ഒരു ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീടുള്ള അക്കൗണ്ടിങ് ഇയറിൽ നമ്മളതിനെ സെറ്റ് ഓഫ് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ക്യാരി ഫോർവേഡ് ഫോർ നെക്സ്റ്റ് ഇയർ അക്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then for example, a factory has 4 production department A, B, C and D. The following overhead expenses were incurred in the production department during the month of January 2005. Department A 48,000, Department B 26,000, Department C 21,000, Department D 12,000. Then the overhead absorbed as follows: A, rupees 4 per machine hour for 14 hours. Then B, rupees 3 per labor hours for 8,000 hours. Then C, 50% of direct labor cost of rupees 56,000. And Department D, rupees 5 per unit for 2,000 യൂണിറ്റ്സ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, ഓർഗനൈസേഷൻ 4 ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. ആ 4 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എന്താണ് ആക്ച്വൽ ഓവർഹെഡ് നമുക്കിവിടെ തന്നിരിക്കുന്നു. ദെൻ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 48,000, ഡിപ്പാർട്ട്മെൻറ്റ് ബി 26,000, ഡിപ്പാർട്ട്മെൻറ്റ് സി 21,000, ഡിപ്പാർട്ട്മെൻറ്റ് ഡി 12,000. ദെൻ ഇനി ഓവർഹെഡ് അബ്സോർബ് ചെയ്താണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എ rupees 4 per machine hours at rupees 14,000 hours. ഓക്കെ, എന്താണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എയെ സംബന്ധിച്ചോളം ഒരു മെഷീൻ അവറിന് 4 രൂപ വെച്ചാണ് അതിൻ്റെ ഓവർഹെഡ് അബ്സോർവ് ചെയ്തത്. പ്രധാനമായിട്ടും എന്താണ് 14,000 അവേഴ്സ് അവിടെ വർക്ക് ചെയ്തു. ദെർഫോർ എസ് ഓവർഹെഡ് അബ്സോർവ്ഡ് ഈസ് ഈക്വൽ ടു 14,000 അവേഴ്സ് ഇൻറ്റു rupees 4, that is 56,000. Then in the case of Department B, rupees 3 per labor hour for 8,000 hours. എന്താ പറയുന്നത്, ഒരു ലേബർ അവേഴ്സിന് 3 രൂപ വെച്ച് 8,000 ലേബർ അവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് therefore B's overhead is equal to 8,000 hours into 3, that is 24,000. In the case of C, 50% of direct labor cost of rupees 56,000. ഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെ 50% സിക്കുള്ളത്. അപ്പോൾ 56,000-ന് 50% എന്ന് പറയുന്നത് 28,000 ആണ് സി ഡിപ്പാർട്ട്മെൻറ്റിൽ അബ്സോർവ് ചെയ്തത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡി rupees 5 per unit for 2,000 യൂണിറ്റ്സ്. ഒരു യൂണിറ്റിന് 5 രൂപ വെച്ച്, അപ്പോൾ 2,000 യൂണിറ്റ്സ് 5 രൂപ വെച്ച് rupees 10,000. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ വരയ്ക്കുക. ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ആക്ച്വൽ ഓവർഹെഡ് അബ്സോർവ്ഡ്, ദെൻ ഫോർത്ത് കോളം അണ്ടർ ഓർ ഓവർ അബ്സോർഷൻ. ഓക്കെ, ദെൻ എഴുതുക ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എ. ദെൻ ആക്ച്വൽ ഓവർഹെഡ് ഈസ് ടു ബി ഗിവൺ 48,000. ദെൻ ഓവർഹെഡ് അബ്സോർവ്ഡ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 14,000 അവേഴ്സിന് 4 രൂപ വെച്ച് 56,000. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി 26,000. ദെൻ 8,000 അവേഴ്സിന് 3 രൂപ വെച്ച് 24,000. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് സി 56,000-ന് 20% അബ്സോർവ് ചെയ്തു. ദെൻ അതിൻ്റെ ആക്ച്വൽ ഓവർഹെഡ് 21,000. ദെൻ അതിൻ്റെ എന്താണ് 50% ഓഫ് ഓവർഹെഡ്, അപ്പോൾ 56,000-ൻ്റെ 50% 28,000. ഡിപ്പാർട്ട്മെൻറ്റ് ഡി ആക്ച്വൽ 12,000. ദെൻ rupees 5 per unit for 2,000 യൂണിറ്റ്സ്. ഒരു യൂണിറ്റിന് 5 രൂപ വെച്ച് 2,000 യൂണിറ്റ്സിന് 10,000 രൂപ. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എ ആക്ച്വൽ ഓവർഹെഡ് 48,000, ഓവർഹെഡ് അബ്സോർവ്ഡ് 56,000. ഡിപ്പാർട്ട്മെൻറ്റ് ബി ആക്ച്വൽ ഓവർഹെഡ് 26,000, 24,000. ഡിപ്പാർട്ട്മെൻറ്റ് സി 21,000, 28,000. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡി 12,000, ദെൻ 10,000. ആക്ച്വൽ ഓവർഹെഡ് സം ടോട്ടൽ 1,07,000. ദെൻ ഓവർഹെഡ് അബ്സോർവ്ഡ് 1,18,000. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഓവർ അബ്സോർഷൻ ആണോ അണ്ടർ അബ്സോർഷൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. ദെൻ ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് എ. ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ആക്ച്വൽ ഓവർഹെഡ് 48,000 ആയിരുന്നു. ദെൻ ഓവർഹെഡ് അബ്സോർവ് ചെയ്തതിലാണ് 56,000. ദെൻ അപ്പം എന്താ പറയുന്നത്, ഇവിടെ എന്തുണ്ടായി, 8,000 രൂപയുടെ വർധനവാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ എന്താണ് നമ്മളെ സംബന്ധിച്ചോളം ആക്ച്വൽ ഓവർഹെഡ് 48,000, ദെൻ ഓവർഹെഡ് അബ്സോർവ് ചെയ്തത് 56,000. അപ്പം 8,000 രൂപയുടെ വർധനവാണ് ഇവിടെ ഉള്ളത്. അതെന്താണ് ഓവർ അബ്സോർഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ,
ദെൻ സെക്കൻഡ് വൺ 26,000 ആയിരുന്നു ആക്ച്വൽ ഓവർഹെഡ്. പ്രീഡിറ്റർമിഡ് ഓവർഹെഡ് എത്രയാണ്? 24,000. അപ്പോൾ എന്താണ് 2,000 രൂപയുടെ കുറവാണുള്ളത്. അതെന്താണ് അണ്ടർ അബ്സോർഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് സി 21,000 ആയിരുന്നു ആക്ച്വൽ ഓവർഹെഡ് ഉണ്ടായിരുന്നത്. അത് എത്രയായിട്ട് മാറി? 28,000 മാറി. അതെന്താണ് ഓവറായിട്ട് അബ്സോർവ് ചെയ്തു. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡി എത്രയാണ്? 12,000 ആയിരുന്നു. എത്രയായി മാറി? 10,000 മാറി. അപ്പോൾ 2,000 രൂപയുടെ കുറവാണ് അവിടെ ഉള്ളത്. അണ്ടർ അബ്സോർവ്ഡ് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, ഇവിടെ പോസിറ്റീവായിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് എ, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് സി. അപ്പോൾ എന്താണ് അത് രണ്ടും കൂടെ കൂട്ടുക. 8 15 രൂപ. ദെൻ ബാക്കി 4,000 രൂപയുടെ കുറവാണ് അവിടെ ഉള്ളത്. അപ്പം 15 രൂപ നമ്മളതിനെ സെറ്റ് ഓഫ് ചെയ്യുന്നു. ആ ഒരു പ്രക്രിയയെ നമ്മൾ പറഞ്ഞാൽ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നു. അതിപ്പോൾ എന്താണ് പോസിറ്റീവ് 11,000 ഓവർ അബ്സോർഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഓവർ അബ്സോർഷനെ അല്ലെങ്കിൽ അണ്ടർ അബ്സോർഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ കൺസേൺഡ് ഇയറിൽ എന്താണ് അതിനെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 4th മൊഡ്യൂളായിരുന്നു. 4th മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് ഓവർഹെഡുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ദ കൺസെപ്റ്റ് ഓഫ് ഓവർഹെഡ് മീൻസ് ദ സം ടോട്ടൽ ഓഫ് all indirect expense like indirect material cost, indirect labor cost, then indirect expense. എന്താണ് അപ്പോൾ ഓവർഹെഡിൽ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളുടെയും ആകെ തുകയാണ് നമ്മൾ പറയുന്നത് ഓവർഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തത് ഇത്തരത്തിലുള്ള ഓവർഹെഡുകളെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 6 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് വൺ collection of overhead, then second one classification of overhead, then apportion of overhead, then reapportionment of overhead, then allocation of overhead, then ഡിസ്റ്റിങ്സ് ആയിട്ടുള്ള 6 സ്റ്റേജസ് ആണ്. അല്ലെങ്കിൽ എന്താണ് അബ്സോർഷൻ ഓഫ് ഓവർഹെഡ് ടു പ്രൊട്ടക്റ്റ്. ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 6 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ ആ 6 സ്റ്റേജസും അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ പ്രോബ്ലം പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തത് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡിനെ പറ്റിയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഓവർഹെഡ് റേറ്റുകൾ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില മെത്തേഡ്സുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ്, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽസ്, മെഷീൻ അവർ റേറ്റ്, അത്തരത്തിലുള്ള മെത്തേഡുകൾ ഡിസ്കസ് ചെയ്തു. ദെൻ പലതരത്തിലുള്ള എന്താണ് മെത്തേഡ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, അത്തരത്തിലുള്ള പല മെത്തേഡ്സുകൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം പാർട്ടായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്സ്, അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളെ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലേക്ക് ലിങ്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള മെത്തേഡ്സും അതിനകത്തുള്ള പ്രോബ്ലവും ഉണ്ട്. അപ്പോൾ പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ ഓവർഹെഡ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ എന്ന നിലയ്ക്ക് കൃത്യമായിട്ടും നമ്മൾ ആ പ്രോബ്ലവും അതോടൊപ്പം തന്നെ തിയറിയും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, താങ്ക് യു.